കുറുവാ സംഘം ആകെ ഒരു തലവേദനയായിരിക്കുകയാണ്. കുറുവാ സംഘം സന്തോഷ് സെൽവത്തെ പിടികൂടിയ സാഹചര്യത്തിൽ കുണ്ടന്നൂർ പാലത്തിനിടയിൽ താമസിക്കുന്ന കുട്ടവഞ്ചിക്കാരോട് ഒഴിഞ്ഞു പോകാൻ പോലീസ് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. സാധനങ്ങൾ ഇപ്പോൾ തന്നെ മാറ്റി തുടങ്ങി. സന്തോഷിനെ പിടികൂടിയപ്പോൾ പ്രശ്നമുണ്ടാകുന്നതിന് കസ്റ്റഡിയിലെടുത്ത കുട്ടവഞ്ചിക്കാരെ പോലീസ് വിട്ടയക്കുകയും ചെയ്തു. മത്സ്യബന്ധനം നടത്തി ഉപജീവനം നടത്തുന്ന കർണാടക സ്വദേശികളായ കുട്ടവഞ്ചിക്കാർ ഇവിടെ താമസം തുടങ്ങിയിട്ട് വർഷങ്ങളായി. സന്തോഷ് ഉൾപ്പെടുന്ന തമിഴ്നാട് സംഘം പാലത്തിന് താഴെ താമസം ആരംഭിച്ചിട്ട് വെറും 2 മാസങ്ങളെ ആയിട്ടുള്ളെന്ന് കർണാടക സ്വദേശി കുമാർ പറയുകയുണ്ടായി. മോഷ്ടാവാണെന്ന് അറിയില്ലായിരുന്നു. 2 ആഴ്ച ഇടവിട്ടാണ് തമിഴ്നാട്ടുകാർ എത്തുക. പകൽ സ്ത്രീകൾ പണിക്ക് പോകും, പുരുഷന്മാർ ടെന്റിൽ തന്നെ ഉണ്ടാകും. എന്നാൽ ഇവർ രാത്രി ഇവിടെ ഉണ്ടോ എന്ന കാര്യം അറിയില്ല. മോഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയില്ല എന്നും കുമാർ പറയുകയുണ്ടായി. കുണ്ടന്നൂർ പാലത്തിനിടയിൽ 1 മാസം കഴിഞ്ഞ കുറുവാ സംഘങ്ങളെ പിടികൂടിയതോടെ മരട് നിവാസികൾ ഇപ്പോൾ ഭീതിയിലായി. ലഹരിമരുന്ന് വിൽപ്പനക്കാർ, ക്രിമിനലുകൾ, മോഷ്ടാക്കൾ എന്നിവരെക്കുറിച്ച് വിവരം നൽകിയാലും പോലീസ് നടപടിയൊന്നും എടുക്കില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. രാത്രി പോലീസ് പെട്രോളിംഗ് കാര്യക്ഷമമല്ല. ജനമൈത്രി പോലീസ് നിർജീവ അവസ്ഥയിലാണ്. യോഗം വിളിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ട് കാട്ടിത്തറ റോഡ് പൗരസമിതി പ്രസിഡന്റും മരട് നഗരസഭ കൗൺസിലറുമായ PD രാജേഷ് മരട് പോലീസ് SHOയ്ക്ക് കത്ത് നൽകിയിട്ടുണ്ടായിരുന്നു. പ്രദേശത്തെ അനധികൃത കയ്യേറ്റങ്ങൾ നഗരസഭ ഒഴിപ്പിച്ചു വരികയാണെന്നും ക്രിമിനലുകൾക്ക് ഒളിച്ചു താമസിക്കാൻ താവളമൊരുക്കിയ കുട്ടവഞ്ചിക്കാരെ ഫിഷറീസ് വകുപ്പും പോലീസുമായി ചേർന്ന് ഒഴിപ്പിക്കുമെന്നും മരട് നഗരസഭ അധ്യക്ഷൻ ആന്റണി ആശാൻപറമ്പിൽ പറഞ്ഞിരുന്നു. കുറുവാ സംഘത്തെ പിടികൂടിയത് വളരെ വലിയൊരു കാര്യമായിട്ടാണ് പോലീസ് ഇപ്പോൾ പറയപ്പെടുന്നത്. കൂറ്റാക്കുറ്റിയിരട്ടത്ത് മുന്നിൽ 2 ആൾ പൊക്കത്തിൽ ഇടതൂർന്ന് വളർന്നു നിൽക്കുന്ന കുറ്റിച്ചെടികൾ, അതിനുള്ളിൽ ഇഴജന്തുക്കളുടെയും ക്ഷുദ്രജീവികളുടെയും വിളയാട്ടം. മുന്നോട്ട് കാലെടുത്ത് വെച്ചാൽ മുട്ടപ്പം പൊതിഞ്ഞു താഴുന്ന ചതുപ്പ് നിലം, മറുവശത്ത് ആഴമേറിയ കായൽ. ഇതിനെല്ലാം പുറമെ ദുർഗന്ധം വമിക്കുന്ന മാലിന്യം തള്ളി അതീവ വൃത്തിഹീനമായ സാഹചര്യം. വിലങ്ങ് സഹിതം ജീപ്പിൽ നിന്ന് ചാടിപ്പോയ കുറുവാ സംഘത്തെ പൊക്കാൻ കൊച്ചി പോലീസ് ഞായറാഴ്ച നടത്തിയ ഭഗീരഥ പ്രയാണം. സിറ്റി പോലീസും അഗ്നിരക്ഷാസേനയും കരയിലും കായലിലും നടത്തിയ രാത്രി തിരച്ചിൽ നീണ്ടത് 4.5 മണിക്കൂറിലേറെയാണ്. വൈകിട്ട് 5:45 കുറുവാ സംഘത്തെ തേടി ആലപ്പുഴ മണ്ണാഞ്ചേരി പോലീസ് കുണ്ടന്നൂർ പാലത്തിന് താഴെ ടെന്റുകൾക്ക് സമീപമെത്തിയപ്പോൾ സ്ത്രീകളെ മാത്രമാണ് അവിടെ കണ്ടത്. ആദ്യം മടങ്ങിയെങ്കിലും ടെന്റുകളിൽ പുരുഷന്മാർ ഉണ്ടെങ്കിലോ എന്ന സംശയം ഉയർന്നതിനാൽ 6:15 പോലീസ് തിരിച്ചെത്തി. പ്രതികളിൽ ഒരാളായ മണികണ്ഠൻ പുറത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഇയാളെ ബലം പ്രയോഗിച്ച് കീഴടക്കി, വിലങ്ങണിയിച്ചു. തുടർന്ന് ടെന്റിനുള്ളിൽ കയറി പരിശോധന തുടങ്ങി. കായലോരത്തെ ഒരു ടെന്റിനുള്ളിൽ ടാർപോളയിൽ മൂടിയിരുന്നത് കണ്ട് സംശയം തോന്നി ഒന്ന് നീക്കിയപ്പോൾ അതിനുള്ളിലെ ചെറുകുഴിയിൽ ഒരാൾ ചുരുണ്ട് കിടന്നുറങ്ങുന്നത് കണ്ടു. CCTV ദൃശ്യങ്ങൾ സമാനമായി ഇയാളുടെ നെഞ്ചിൽ പച്ച കുത്തിയതായി കണ്ടതോടെ സന്തോഷ് സെൽവമാണെന്ന് തിരിച്ചറിഞ്ഞ പോലീസ് മൽപിടുത്തത്തിലൂടെ കീഴടക്കി വിലങ്ങ് വെച്ചു. ഉച്ചത്തിൽ അലറിയും അസഭ്യം പറഞ്ഞും ശരീരത്തിൽ സ്വയം അടിച്ചും ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച പ്രതിയെ ഏറെ പണിപ്പെട്ടാണ് പോലീസ് നിലത്ത് നിർത്തിയത്.